സീസൺ 7 ആദ്യ ആഴ്ചത്തെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ തുടരാൻ യോഗ്യതയില്ലാത്ത എന്നാൽ കൂടുതൽ ആക്റ്റീവ് അല്ലാത്ത 2 മത്സരാർത്ഥികളുടെ പേരുകൾ വെളിപ്പെടുത്താനാണ് സഹ മത്സരാർത്ഥികളോടുകൂടി ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി ബിന്നിയാണ് വന്നത്. ബിന്നി വന്ന് ശൈത്യയും രഞ്ജിത്തിനെയുമാണ് പറയുന്നത്. രണ്ടുപേരും ആക്റ്റീവ് അല്ല, കോമഡിയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്, കൂടുതൽ ആക്റ്റീവ് ആവുന്നില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കളിക്കുന്നില്ല എന്നാണ് ബിന്നി അവരെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് അഭിലാഷ് വന്നിട്ട് രേണുവിനെ പറയുന്നു. രേണു ഒരു ഒറ്റപ്പെടൽ നാടകം കളിക്കുന്നു, ഒറ്റപ്പെട്ട് മാറിപ്പോയിരുന്നിട്ട് താൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് രേണുവിനെ കുറിച്ച് പറഞ്ഞത്. ആര്യനാണെങ്കിൽ അഹങ്കാരമാണ്, താൻ എന്ത് വലിയ എന്ത് സംഭവമാണെന്നുള്ള രീതിയിൽ അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്നു എന്നാണ് ആര്യനെ കുറിച്ചും അഭിലാഷ് പറഞ്ഞത്. പിന്നീട് രന ഫാത്തിമ വന്ന് നവീനെ കുറിച്ച് പറയുകയാണ്. നവീൻ സില്ലിയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെ തോന്നുന്നു, സില്ലിയായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കാണുന്നത് എന്നാണ് പറയുന്നത്. പിന്നീട് ശൈത്യാണ് പറയുന്നത് ഒരു സെൽഫിഷ് ആയിട്ട് ഫീൽ ചെയ്തു, ഒരു ഗെയിമിലൊന്നും ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ നിൽക്കുന്നു ശൈത്യ. അതുകൊണ്ട് രന ഫാത്തിമ നവീനെയും ശൈത്യയുമാണ് നോമിനേറ്റ് ചെയ്തത്. പിന്നീട് രഞ്ജിത്ത് വന്ന് ശൈത്യയും ജിസലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ജിസലാണെങ്കിൽ ലാംഗ്വേജ് പ്രോബ്ലം കാരണം തനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന കാരണത്താലാണ് ജിസലിനെ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നീട് ജിസലാണ് വരുന്നത്. ജിസയിൽ വന്നിട്ട് രേണുവിനെ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുകയാണ്. ടാസ്ക് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം സരികയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ സരികയുടെ പേര് ജിസലിന് മനസ്സിലായില്ല, പറയാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ജിസലിനെ പുറത്താക്കുകയും പോയി പേര് പഠിച്ചിട്ട് വന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുകയും ചെയ്തു. പിന്നീട് പോയി പേരെല്ലാം പഠിച്ചിട്ട് വന്നിട്ടാണ് ജിസയിൽ സരികയുടെ പേര് പറഞ്ഞത്. ആക്റ്റീവ് അല്ല എന്ന കാരണത്താലാണ് സരികയെ ജിസൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് സരിക വന്ന് രേണുവിനെയും രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടുപേരും പ്രോപ്പറായിട്ട് കളിക്കുന്നില്ല, ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരെയും എന്നാണ് സരിക പറയുന്നത്. പിന്നീട് ഷാനവാസ് വന്ന് ജിസേലിനെയാണ് നോമിനേറ്റ് ചെയ്തത്. ജിസേലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജിസേലിൻ്റെ ഡ്രസ്സ് ഒരു അരോചകം പോലെ തോന്നുന്നു, മലയാള സംസ്കാരത്തിന് ചേർന്നതല്ല ജിസേലിൻ്റെ ഡ്രസ്സിങ് സെൻസ് എന്നാണ് ഷാനവാസ് പറയുന്നത്. പക്ഷേ ഇതൊരു നോമിനേഷനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡ്രസ്സിങ് സെൻസ് ഒക്കെ അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വെച്ച് നമുക്ക് ബിഗ് ബോസിൽ നിൽക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഒരു കറക്റ്റ് കമ്മിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ ആളെ നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു നല്ലൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നീട് അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ക്യാപ്റ്റനെ കേൾക്കാത്ത രീതിയിൽ, ക്യാപ്റ്റനെ എതിർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നതുകൊണ്ടാണ് അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നെവിനാണ് വന്നത്. നെവിൻ വന്ന അനുമോളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു പാവം കുട്ടി ടൈപ്പ് വിളിക്കുന്നത്, അതായത് തനിക്കെല്ലാം അറിയാം പക്ഷെ താനൊരു പാവം കുട്ടിയാണ് എന്നുള്ളൊരു ടൈപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പറയുന്നത്. പിന്നീട് രേണുവിനെ പറയുന്നു. രേണു ടാസ്ക് ഒന്നും നല്ല രീതിയിൽ കളിക്കുന്നില്ല, ടാസ്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എന്ന രീതിയിലാണ് രേണുവിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ആദിലും നൂറയും കൂടെ വരുന്നു. ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഇവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ശൈത്യയുടെയും ആര്യൻ്റെയും പേരാണ് പറയുന്നത്. ശൈത്യാണെങ്കിൽ തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ആര്യനാണെങ്കിൽ എല്ലാത്തിനെയും വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ആര്യൻ്റെ എന്നാണ് പറയുന്നത്. പിന്നീട് ശൈത്യ വന്ന് ബിന്നിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കറക്റ്റായി ഒരു കാര്യം കാണാതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിട്ട് ബിന്നി എനിക്ക് തോന്നി എന്നാണ് ശൈത്യ പറയുന്നത്. രഞ്ജിത്താണെങ്കിൽ വീക്ക് ആയിട്ടുള്ളൊരു ഗെയിമറാണ്, തനിക്ക് ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയാത്തൊരു വ്യക്തിയാണ് രഞ്ജിത്ത് എന്നാണ് ശൈത്യ പറയുന്നത്. പിന്നീട് രേണുവാണ് വരുന്നത്. രേണു വന്ന് അക്ബറിനെയും ശൈത്യയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും വലിയ ആക്റ്റീവ് അല്ല എന്നാണ് രേണു പറയുന്നത്. ബിഗ് ബോസിന്റെ നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരാണ് ഇതുവരെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് നമുക്ക് ഉടനെ കാണാം.